നമസ്കാരം, മാത്തൻ ഫാം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് കുരുമുളകുണ്ട്. അപ്പോൾ കുരുമുളക് ഇപ്പം വിളവെടുപ്പിൻ്റെ സമയമാണിപ്പം. അപ്പോൾ ചെറിയ മരത്തിൻ്റെ മേലെ കുരുമുളക് ചെറിയ കോണി വെച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ വലിയ മരത്തിൻ്റെ മേലെ മരത്തിന് കവുങ്ങ്, തെങ്ങ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലെയുള്ള കുരുമുളക് എടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അതിന് കോണി വാങ്ങുകയാണെന്ന് വെച്ചാൽ 8,000-10,000 രൂപയൊക്കെ വലിയ റേറ്റ് വരുന്നുണ്ട് ഇപ്പോൾ വാങ്ങുന്നത്. അതിന് പുതിയൊരു ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ 1.25 ഇഞ്ചിൻ്റെ പൈപ്പ്, അപ്പോൾ GI പൈപ്പായത്. 1.25 ഇഞ്ചിൻ്റെ പൈപ്പിൽ ഏകദേശം ഒരു 850 രൂപ വില വരുന്നുള്ളൂ ഈ GI പൈപ്പിന്. അതിൻ്റെ കൂടെ പിന്നെ ഒരു നൂലിൻ്റെ പട്ട, 2 ഇഞ്ച് ഇരുമ്പിൻ്റെ പട്ടയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് ഇതേപോലെ നമ്മൾ കോണി സ്റ്റെപ്പായി ഒരടി ഗ്യാപ്പിൽ സ്റ്റെപ്പ് അടിച്ചിട്ടാണ് ഉള്ളത് ഈ സാധനം. അത് അടിച്ചിട്ട് അപ്പോൾ ഈ 6 മീറ്റർ നീളമാണ് ഇതിനുള്ളത്. അപ്പോൾ 6 മീറ്റർ നീളം നമ്മൾ കൊണ്ടു കിടക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അതിന് ഞാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 5 മീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത് അതിന് 2 മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പൈപ്പ് ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇന്നലെ അടിച്ചു പോയതാണ്, പിന്നെ അടിച്ചു വെച്ചതാണ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ ആർക്കും ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇന്നലെ വെൽഡിങ് അടിക്കുന്ന സമയത്ത് ഇത് എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇനി ബാക്കി ഇതിൻ്റെ മേലെ പണിയുണ്ട്, നമുക്ക് കുറച്ചും കൂടെ പണി ചെയ്യാനുണ്ട്. ഇതിപ്പം ജസ്റ്റ് പട്ട അടിച്ചു വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഇതിൽ ബലം കൂട്ടാൻ വേണ്ടിയിട്ട് വേറൊരു പട്ട അടിയിൽ ക്രോസായിട്ട് വെക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് എൻഡിലൊക്കെ ചവിട്ടി പോകുകയാണെങ്കിൽ ഈ പട്ട ബെൻഡാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബെൻഡാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു പട്ട ഒന്ന് പിന്നെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് ചെയ്യാനുള്ള വേറൊരു സാധനം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കുത്തനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കറങ്ങി കളിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഇത് ആംഗ്ലറിൻ്റെ ഒരു ഇഞ്ചിൻ്റെ ആംഗ്ലർ വെച്ചിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ അടിയിൽ 2 പിന്നെ ഇത് ബോൾട്ട് പോലത്തെ ഇരുമ്പിൻ്റെ പിന്നെ ഷാർപ്പായിട്ടുള്ള സാധനം അടിച്ചു വെച്ചിരിക്കണം. അപ്പോൾ അതിങ്ങനെ കുത്തി വെക്കുന്ന സമയത്ത് അവിടെ നിന്നോളും, കറങ്ങി കളിക്കില്ല ഇത്. അല്ല ഈ പൈപ്പ് മാത്രമാണ് നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയിട്ട് തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ മേലെ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മരത്തിനോട് അവിടെ കറക്റ്റായിട്ട് പിടിച്ചു നിന്നോളും. അതിൻ്റെ കൂടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ചെയിൻ ലോക്കും കൂടെ ചെയ്യുന്നുണ്ട്, അതും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളതിന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റെപ്പിനെ ബലം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പട്ട വെച്ചടിക്കാൻ പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ എൻഡിലൊക്കെ കാല് വെക്കുകയാണെങ്കിൽ ഇത് ബെൻഡാകാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ നേരിയ പട്ട വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മാക്സിമം വെയിറ്റ് കുറക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കൂടുതൽ വെയിറ്റ് ആയാൽ കൊണ്ട് നടക്കാനുള്ള പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം വെയിറ്റ് കുറച്ചിട്ട് ചെയ്യാനുള്ള പരിപാടിയാണിത്. അപ്പോൾ നമ്മളൊരു പിന്നെ 3/4 ഇഞ്ചിൻ്റെ പട്ട ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ, വെൽഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ നല്ല ബലം കിട്ടും ഇതിന്. എങ്ങനെ ഇത് മറിഞ്ഞ് വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾക്ക് ഈ രണ്ട് കാലം വെച്ച് ഇതിനെ മേലെ നിന്ന് കഴിഞ്ഞാലോ ഒന്നും സംഭവിക്കുന്നില്ല. നല്ല അടിപൊളി സെറ്റായിരിക്കും ഇത്. അതിന് വേണ്ടിയിട്ട് വെൽഡ് ചെയ്യുന്നുണ്ട്, അത് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഈ കോണിക്കുള്ള നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ചെയിൻ ലോക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മരത്തിനോട് നിൽക്കുന്ന ഒരു പിന്നെ സപ്പോർട്ടായിട്ട് വെക്കുന്നൊരു ഇതാണ്, ബെൻഡാക്കി വെച്ചിരിക്കുന്നത്, ഒരു പട്ട ബെൻഡാക്കി വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് നമ്മൾ മരത്തിനോട് കൂട്ടിയിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി ചെയിൻ ലോക്കും കൂടി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിപ്പം വേണ്ടത് ഇപ്പോൾ ഞാൻ ഇത് വെൽഡിങ് അടിക്കട്ടെ, ഇത് കാണിച്ചു തരാം.
ഇപ്പോൾ ചെയിൻ ഇതിൻ്റെ അകത്ത് ഇടുന്നു. ചെയിൻ ഇട്ടിട്ട് ലോക്ക് ചെയ്യാൻ പോകണം. ചെയിനും കൂടിയിട്ട് വെൽഡ് ചെയ്യണം. ഇങ്ങനെ മരത്തോട് ഇങ്ങനെ ഇടുക. എന്നിട്ടിങ്ങനെ ഇവിടെ ലോക്കായി. ഇനിയിപ്പോൾ ഇതാടി പോവില്ല. ഇവിടെ ലോക്കായി. മരത്തിനോട് അടുപ്പിച്ചിട്ട് ഇപ്പം മരത്തിന് എത്രയാണ് നിങ്ങൾ വണ്ണം കൂടുന്നതിന് കുറഞ്ഞതിന് കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതന്നെ സിമ്പിളാണ് സംഗതി. ഇതിപ്പോൾ നമ്മളെ സേഫ്റ്റി ചെയിൻ ലോക്ക് അതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് ചെയിൻ ഇവിടെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. നമ്മൾ മരത്തിൻ്റെ മേലെ കയറുന്ന സമയത്ത് അവിടെ കയറിയതിന് ശേഷം ഈ സപ്പോർട്ടിൻ്റെ കൂടെ ഇത് മരത്തോട് ചുറ്റിയിട്ട് ഇതിങ്ങനെ ലോക്കായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ സേഫ്റ്റി ആയി. എന്ത് നമ്മൾ ഈ മേലെ ഉയരങ്ങളിൽ പണിയെടുക്കുന്ന സമയത്ത് സേഫ്റ്റി ആദ്യം ശ്രദ്ധിക്കുക. അതിനുള്ള ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിപ്പം പിന്നെ 5 മീറ്ററിലാണ് ഇത് ലെങ്ത് ഉള്ളത്. ഇനിയിപ്പോൾ 2 മീറ്ററും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നീളമുള്ള ഇതിൻ്റെ മേലെ അങ്ങനെ നോക്കാം. ഇതിപ്പോൾ 2 മീറ്റർ ലെങ്ത് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് ഇത് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കേട്ടോ, ഇത് 1 ഇഞ്ച് പൈപ്പ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ച് ഇവിടെ വെൽഡ് ചെയ്തിട്ടാണ് ഉള്ളത്. 1 ഇഞ്ചിൻ്റെ പൈപ്പ്, ഇത് 1 ഇഞ്ചിൻ്റെ പൈപ്പാണ്. അത് അതിൻ്റെ ഉള്ളിൽ 1.25 ഇഞ്ചിൻ്റെ പൈപ്പാണിത്. അതിൻ്റെ ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്. ഇവിടെ ഒരു ഹോൾ ചെയ്തിട്ട് ഇവിടെ ഒരു ബോൾട്ട് ടൈറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇത് സാധനം അതിൻ്റെ അകത്ത് നിന്ന് എവിടെയും പോവില്ല, നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ 1 ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മളിവിടെ വെൽഡ് ചെയ്ത് വിടും. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് അധികം നീളമില്ല, കുറച്ച് നീളത്തിലുണ്ട്, ഒരു 3-4 ഇഞ്ചോളം നീളത്തിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സാധനം അതിൻ്റെ ഉള്ളിൽ ഇറക്കി ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനിപ്പോൾ ടോട്ടൽ വെയിറ്റ് ഒരു 12 കിലോ താഴെ വരുന്നുണ്ട്. ഇതിൻ്റെ വെയിറ്റ് നമുക്ക് ഈസി ആയിട്ട് എവിടെയും കൊണ്ടുപോകാൻ നല്ലതാണ്. അപ്പോൾ ഇപ്പം മേലെ ഉയരമുള്ള ഒരു കുരുമുളക് പൊടിക്ക് വെച്ച് കാണിച്ചു തരാം. കിട്ടിയില്ല? ഇതിന് ഇത്ര മേലെ വരെ കയറിയിട്ട് ഇതിനോട് ലോക്കിട്ടതിന് ശേഷം നിങ്ങൾ മേലെയും കയറിയിട്ട് പറിക്കാവുന്നത്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.